ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇത് ചെയ്യാൻ പോകുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പി തന്നെയാണ്. നമ്മുടെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ക്രിസ്മസ് സീസൺ റെസിപ്പീസിൻ്റെ പ്ലേലിസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ക്രിസ്മസിന് വേണ്ടി വരുന്ന കേക്ക്, വൈന്, അതിൻ്റെ കുറേ റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നും വന്നേക്കുന്ന ഒരു ക്രിസ്മസ് തീമിലുള്ളൊരു കേക്കാണ്, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. അപ്പോൾ നിങ്ങൾ മിക്കവാറും ഈ വീഡിയോ കാണുന്നത് ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും. കാരണം നമുക്ക് ഡേ ടു ഡേ ആയിട്ട് കറക്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. സെയിൽസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പം അവർക്ക് കൃത്യസമയത്ത് സാധനം കൊടുക്കണം, പിന്നെ നെക്സ്റ്റ് സാധനം ഓർഡർ ചെയ്യണം. അപ്പം അങ്ങനത്തെ ഒത്തിരി ടൈറ്റ് ഷെഡ്യൂളിൽ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ വീഡിയോസ് നമുക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റുന്നില്ല. മിക്കവാറും നിങ്ങൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോസ് കാണുന്നുണ്ടാവുക. ന്യൂ ഇയർ അടുപ്പിച്ച് നമുക്ക് സെയിൽസും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിന് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. ഞാനിപ്പം രാത്രിയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് വോയിസ് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യമേ ഈ ഒരു ക്രിസ്മസ് തീമിലേക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ബേക്ക് ചെയ്യുന്ന കാണിക്കുന്നു. ഓൾറെഡി നമ്മൾ കേക്ക്, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ബേക്ക് ചെയ്യുന്ന റെസിപ്പീസ് നമ്മൾ ചാനലിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ വിപ്പിംഗ് ക്രീം വിപ്പ് എടുക്കുക എന്നുള്ളതാണ്. വിപ്പിംഗ് ക്രീം നമ്മൾ മിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എങ്ങനെ വിപ്പ് സ്റ്റിഫായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കമൻറ്റ് വരുന്നുണ്ട് എങ്ങനെ ഇടുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട്. അത് ഈ ഒരു പീക്കായിട്ട് സ്റ്റിഫായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതാണ് വിപ്പിംഗ് ക്രീം സെറ്റ്. അതായത് നമുക്ക് ആവശ്യത്തിന് സ്റ്റിഫായിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. അപ്പോൾ നമ്മൾ ക്രീമൊക്കെ വിപ്പ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ക്രീം മാറ്റി രണ്ട് ഇതായിട്ടാക്കുക. അതായത് നമുക്കൊരു റെഡും ഗ്രീനും കൂടെ തീമിൽ വേണം ആക്കാനായിട്ട്. കുറച്ച് നമ്മൾ വൈറ്റ് ആയിട്ട് തന്നെ വെക്കുന്നുണ്ട്. കാരണം നമ്മൾ ഔട്ടർ മാത്രമേ ആ തീം വരുന്നുള്ളൂ, ബാക്കി ഇൻസൈഡൊക്കെ വൈറ്റ് തന്നെയാണ് പോകുന്നത്. അപ്പം നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണം. ഈ ക്രീം നമ്മൾ വൈറ്റ് ആയിട്ടിരുന്നാലും നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് ഇരിക്കും. പക്ഷേ കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നേരം ക്രീം ഇരിക്കത്തില്ല. അതൊരു ഔട്ട് ഓഫ് ടേസ്റ്റ് അല്ലെങ്കിൽ ക്രീമിൻ്റെ മൊത്തത്തിൽ സ്ട്രക്ചർ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് കളർ മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ നല്ലതെന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് ഗ്രീൻ കളർ നമുക്ക് കളർ കുറച്ച് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ക്രീം മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലത്. കുറച്ചുകൂടെ നമ്മുടെ ക്രീമിന് കളർ കുറച്ച് കൂടുതൽ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ ആവശ്യത്തിനുള്ള ക്രീം എടുത്തിട്ട് രണ്ട് കളർ മിക്സ് ചെയ്ത് നമ്മൾ വെക്കുന്നത്. മിക്കവാറും റെഡ് കളറിനായിരിക്കും നമ്മൾ എത്ര കളർ ചേർത്താലും ആ ഒരു റെഡിഷ് കളർ വരുന്നത് ഒരു പിങ്ക് കളറായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ഒരു മാതിരി എന്താ പറയുക, റോസ് പോലത്തെ കളറായിരിക്കും. നമ്മൾ എത്ര റെഡ് ഒഴിച്ചാലും വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റെഡ് കളർ കുറച്ചൊന്ന് കൂടി നിൽക്കാൻ വേണ്ടി കുറച്ച് നമ്മുടെ കൊക്കോ പൗഡർ ആഡ് ചെയ്താൽ നന്നായിരിക്കും. അപ്പം കുറച്ചും കൂടെ കളർ ഇങ്ങനെ നമുക്ക് എടുത്ത് കാണും. അല്ലെങ്കിൽ മാജിക് കളേഴ്സ് ഉപയോഗിച്ചാലും മതി. നമ്മൾ കുറച്ചും കൂടെ റെഡ് കളർ കിട്ടാനായിട്ട് ചാൻസ് കൂടുതലാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ കളർ കെമിക്കലാണ്, അല്ലെങ്കിൽ അതൊരു എഡിബിൾ കളറാണെങ്കിൽ പോലും ഓക്കെ. അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോർഡിൽ കുറച്ച് എന്താ പറയുക, നമ്മുടെ ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് എല്ലാം എപ്പോഴും ചെയ്യുന്ന പോലെ ലെയർ ചെയ്ത് നമ്മൾ ടോപ്പും ബോട്ടം ഇടയ്ക്ക് ഷുഗർ സിറപ്പിൽ, നമ്മളിപ്പോൾ ഷുഗർ സിറപ്പിലല്ല, നമ്മൾ കുറച്ച് ഒരു റോസ് വാട്ടറിലാണ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഒരു വേറൊരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. റോസ് വാട്ടറിൽ നമ്മൾ എന്നിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ക്രീം നമ്മുടെ കേക്കിൻ്റെ ഫസ്റ്റ് ലെയറിലിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് നമ്മൾ ചോക്ലേറ്റ് കൂടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് അതിനകത്ത് ഇട്ട് കൊടുക്കാം. അത് വേണമെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഉപയോഗിക്കാം, കുറച്ച് നമ്മളെന്താ പറയുക മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കാം. നമുക്ക് അങ്ങനെ എന്തും നമുക്ക് കേക്കിൽ റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നമ്മുടെ കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് എന്താ വേണമെന്ന് വെച്ചാൽ നമുക്ക് അതനുസരിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ലെയർ ഉപയോഗിക്കുക. ഇത് ഇങ്ങനെയാണ് നമ്മൾ എല്ലാ ലെയറിലും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ടോപ്പ് ടു ബോട്ടം എല്ലാ ലെയറിലും ലെയർ ചെയ്തു, ചോക്ലേറ്റ് ഫില്ല് ചെയ്തു. നമ്മൾ ലാസ്റ്റ് ക്രം കോട്ട് ചെയ്യണം. അത് നമ്മൾ ക്രം കോട്ട് ചെയ്ത് ഏകദേശം ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോഴത്തേനും നമ്മുടെ എന്താ കേക്ക് നല്ല സെറ്റായിട്ട് നമ്മൾ ലാസ്റ്റ് ഫൈനൽ കോട്ട് ചെയ്യുമ്പം ഒരു പെർഫെക്ഷൻ കിട്ടാനും നമ്മളോട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ക്രം കോട്ട് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ നേരത്തെ കളർ മിക്സ് ചെയ്ത ക്രീം ഫ്രിഡ്ജിൽ തന്നെ വെക്കുക. അപ്പം കുറച്ചും കൂടെ കളർ കുറച്ചും കൂടെ നമുക്ക് എൻഹാൻസ് ചെയ്ത് കിട്ടും. അങ്ങനെ നമ്മൾ ഇത് ഫുള്ള് നമ്മൾ കേക്കിൽ റെഡ് കളർ ആക്കിയിട്ടുണ്ട്. എല്ലായിടവും നമ്മൾ റെഡ് കളർ അപ്ലൈ ചെയ്ത് കണ്ടോ, എല്ലായിടവും നമ്മൾ റെഡ് കളർ ആക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ നമ്മൾ റെഡ് കളർ അധികം നമ്മൾ കട്ടിക്ക് ചെയ്യട്ടെ, ഒരു വളരെ തിൻ ലെയറായിട്ട് നമുക്ക് ചെയ്താൽ മതി. അപ്പം ആ പുറമെ നമുക്ക് കാണുമ്പം ക്രിസ്മസ് ആ തീം റെഡ് വരണം എന്നുള്ള മാത്രമല്ല നമുക്ക് ഉദ്ദേശിച്ചുള്ളത്. മൊത്തത്തിൽ റെഡ് ഇങ്ങനെ റെഡ് കേക്ക് അല്ല. അപ്പോൾ നമുക്ക് വളരെ ലൈറ്റായിട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് നമ്മുടെ പാലറ്റ് നൈഫ് കൊണ്ട് എഡ്ജൊക്കെ തൂത്ത് കൊടുക്കാം. നമ്മൾ കണ്ട ആ വൈറ്റ് അവിടെ വരുന്നുണ്ട്. നമ്മൾ ഇത്രയും തിന്നായിട്ട് ചെയ്തുകൊണ്ട് പാലറ്റ് നൈഫ് വെച്ച് ഒന്ന് തൊട്ടപ്പോൾ തന്നെ ആ റെഡ് അങ്ങ് മാറിയിട്ട് വൈറ്റ്. അപ്പം അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ എപ്പോഴും കളർ ചെയ്യുമ്പം ഏറ്റവും മിനിമൽ ആയിട്ട് കളർ ചെയ്യാനേ നമ്മൾ മിക്കവാറും ട്രൈ ചെയ്യാറുള്ളത്. നമ്മൾ
കസ്റ്റമേഴ്സ് നമ്മൾ പ്രത്യേകം പറയുന്ന കാര്യമാണ്. കളർ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിലും നമ്മൾ എല്ലായിടത്തും കളർ ഇങ്ങനെ വാരി കോരി കുളിപ്പിക്കാറില്ല. പിന്നെ നമ്മൾ ഒരു ഡ്രസ്സിൻ്റെ തീം അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് തീം എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു തീമിൽ കളർ ആഡ് ചെയ്തിരിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഏറ്റവും കുറച്ച് കളർ ആഡ് ചെയ്ത് നമ്മൾ ചെയ്യാറുള്ളൂ. അപ്പോൾ നമ്മൾ ക്രിസ്മസ് തീം ആയതുകൊണ്ട് തന്നെ നമ്മളൊരു റെഡ് കളർ ആക്കിയിട്ട് നമ്മളതിനകത്ത് ഒരു ട്രീ ഉണ്ടാക്കാനായിട്ട് പോകണം. അപ്പോൾ അതൊരു ചോക്ലേറ്റാണ് ഈ ഒരു കോൺ പോലെ കിട്ടുന്നത്. അപ്പോൾ നമ്മളതിനകത്ത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു ട്രീ ഷേപ്പിൽ ആക്കിയെടുക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇല വെച്ച് കൊടുക്കാം. മൊത്തം നമുക്ക് ഇതേപോലെ ചെറിയ സ്റ്റാർ നോസിൽ വെച്ചിട്ട് കംപ്ലീറ്റ് നമുക്ക് നോസിൽ വരച്ച് കൊടുക്കാം, ട്രീ വരച്ച് കൊടുക്കാം, ട്രീയുടെ ലീഫ് വരച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോ പോലത്തെ ഷെയ്ഡും കൂടെ ഇടയ്ക്ക് കൊടുക്കാം. ഞാനിപ്പോൾ മൊത്തം ഗ്രീനാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ മുട്ടിട്ട് ഈ ഒരു കോൺ വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഐസ്ക്രീമിൻ്റെ കോൺ മേടിച്ചായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടും. ഇത് മിക്ക നമ്മൾ ഈ സ്വീറ്റ്സിൻ്റെ വാങ്ങിക്കുന്ന കടയിലൊക്കെ നമുക്ക് ചോക്ലേറ്റ് ഇതിനകത്തൊരു ചെറിയ നട്ട്സൊക്കെ ആയിട്ട് ചോക്ലേറ്റ് ഫില്ല് ചെയ്തൊരു മുകളിലൊരു ബട്ടർ ക്രീം പോലത്തെ സാധനങ്ങളൊക്കെ വെച്ച് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത്രയും 2 ട്രീ വെച്ച് നമ്മൾ ചുറ്റും ആ ഒരു ഗ്രീൻ ബോർഡർ പോലെ ഫുള്ളായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിലത്തേക്ക് നമുക്ക് വരാൻ ഡെക്കറേഷൻസ് കുറച്ച് ആ ഒരു ക്രിസ്മസ് തീം ഗ്രീൻ വൈറ്റ് ഒരു റെഡ് ആ ഒരു തീമാണല്ലോ. അതിനെ കുറച്ച് വൈറ്റിൽ ഒരു ബോർഡർ പോലെ റെഡ് വൈറ്റ് നോസിൽ വെച്ചിട്ട് നമ്മൾ ആ ഗ്രീൻ കൊടുത്ത അതിൻ്റെ വേറൊരു നോസിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു മൊത്തം ബോർഡറിൽ അങ്ങനെ കൊടുത്തു പോകുന്നതാണ്. അപ്പോൾ അതൊക്കെ നല്ലൊരു ഒരു ക്രിസ്മസ് തീമിൻ്റെ ആണല്ലേ. ഫൈൻ പിന്നെ ആ ട്രീയിൽ കുറച്ച് സ്റ്റാർ പോലെ അല്ലെങ്കിൽ കളർ ബോൾസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വെച്ചു കൊടുക്കാം. കളർ ബോൾസോ സ്റ്റാറോ അല്ലെങ്കിൽ ക്രിസ്മസായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇപ്പം ക്രിസ്മസ് സാന്റയുടെ വടിയോ അല്ലെങ്കിൽ അവരുടെ കാലോ ഷൂവോ അങ്ങനെയൊക്കെ നമുക്ക് ചെറിയ ടോപ്പിങ്സ് വാങ്ങിക്കാൻ കിട്ടും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ കുറച്ച് സ്റ്റാറും കുറച്ച് കളർ ബോൾസ് നമ്മൾ ക്രിസ്മസ് ട്രീ പോലെ കുറച്ച് കളർ ബോൾസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ടോപ്പിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക സ്നോ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഷുഗർ പൗഡർ ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു സ്നോഫോളിൻ്റെ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് അങ്ങനെ ഷുഗറും കൂടെ പൗഡർ ചെയ്തതിൻ്റെ പുറത്ത്. ഇപ്പോൾ അടിപൊളിയായില്ലേ? അപ്പോൾ നമുക്കൊരു മഞ്ഞ് വീണ ക്രിസ്മസ് ട്രീ സൂപ്പറായില്ലേ? ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ക്രിസ്മസ് തീമിൽ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഏകദേശം ഈ കേക്കെല്ലാം ചെയ്ത് ക്രിസ്മസ് തീം ബേസ്ഡ് തന്നെയാണ്. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ഡിഫറെൻറ്റ് സ്ട്രക്ചറിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇതിന് മുന്നത്തെ ഒരു കേക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടില്ല, കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഐക്കാർഡിലും കൊടുത്തേക്കും. ഇതെല്ലാം നമ്മുടെ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഫുൾ സംഭവങ്ങളും കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്താർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് വെരി ഹാപ്പി ന്യൂ ഇയർ. ഇത്രയൊക്കെയാണ് നമ്മളെ സെയിൽസും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്.